धन्यवाद देता हूँ। ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് പാസ് കുടുംബം, नेतृत्व में खड़ा हुआ परमेश्वर के दास थॉमसन पास्टर उनका परिवार, അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, के साथ खड़ा होकर सेवकाई में सहायता करने वाले प्रभु के दास लोग, അതോടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന പ്രാർത്ഥനയിൽ സഹകാരികളായിരിക്കുന്ന ദൈവദാസന്മാർ, वैसा ही इसी सूम प्लेटफॉर्म में इकट्ठा होकर प्रार्थना करने वाला प्रभु के दास लोग, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബെൻ പാസ്റ്റർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. गीत की अगुवाई किया हुआ बन और बाकी सभी लोगों को प्रभु यीशु मसीह के नाम से धन्यवाद देता हूँ. ഇത്രത്തോളം നമ്മെ എല്ലാവരെയും കർത്താവ് വഴി നടത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. परमेश्वर हम सभी को चलाया है, इसलिए परमेश्वर को धन्यवाद करता हूँ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യ ദൈവവചനമായിട്ടായിരിക്കാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. और एक बार आपके बीच में परमेश्वर के वचन लेकर खड़ा होने के लिए परमेश्वर दिया हुआ इस धन्य अवस्था के लिए प्रभु को धन्यवाद करता हूँ. ദൈവവചനം ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല. परमेश्वर के वचन को प्रचार करने के लिए मिलते हुए कोई भी अवसर को मैं नष्ट नहीं करूंगा. ഇന്നലെ രാത്രിയില് ഞാൻ കോട്ടേജ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കർത്താവദാസൻ രാജു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് ശാരീരികമായി സൗഖ്യമില്ല, ഇന്ന് ഞാനാണ് വചനം ശുശ്രൂഷിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് ശുശ്രൂഷിക്കണമെന്ന് പറയാനിടയായി. रात को कॉटेज मीटिंग होके घर पे आने के समय राजू पास्टर ने फोन करके बोला है आज का सेवकाई में करने का था, लेकिन शारीरिक तौर से मैं बहुत कमजोर है, इसलिए आज आप वचन का सेवकाई करना. അദ്ദേഹം സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. അതോർത്ത് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. പൂർണ്ണ സൗഖ്യത്തോടെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. वो शारीरिक तौर से व्यस्त है, इसलिए हम प्रार्थना किया है आने वाले दिनों में संपूर्ण चंगाई के साथ हमारे बीच में आके सेवकाई करना पाए. ഞാൻ എന്റെ പ്രാർത്ഥനാ വിഷയം മുൻപേ നിങ്ങളെ അറിയിച്ചിരുന്നു. എന്റെ ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കൃപയാൽ അത് വാർത്ത് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞു. തുടർന്നുള്ള പണികളെ ഓർത്ത് ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. मेरा प्रार्थना का निवेदन मैं आप लोगों को दिया है. आप लोग प्रार्थना कर रहा है कि मेरा घर के काम चालू है, उनके जो छत के काम होके 15 दिन हो गया है, और आगे का कामों के लिए भी आप लोग प्रार्थना में याद रखना. നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് വേഗത്തിൽ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. हमारे समय की कमी के कारण हम जल्दी परमेश्वर के वचन की और हमारा ध्यान लाएंगे. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. लूका का सुसमाचार उसके 11 अध्याय उसके 9 आयत हम पढ़ेंगे. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. मांगो तो तुम्हें दिया जाएगा, ढूंढो तो तुम पाओगे, खटखटाओ तुम्हारे लिए खोला जाएगा. 3 കാര്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നതാണ് നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. वचन में हम देखते हैं कि यीशु मसीह ने कहा हुआ 3 शब्द. ഈ 3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഒരു ഉദാഹരണം കർത്താവ് യേശു ക്രിസ്തു പറയുവാനിടയായി. नंबर 3 विषयों के बारे में कहते हैं, लेकिन ये 3 विषयों के बारे में कहने के पहले प्रभु यीशु मसीह कुछ उदाहरण के द्वारा समझाया है. 3 വ്യക്തികളുടെ കാര്യം ആ മുൻപുള്ള 6 മുതലുള്ള വാക്യങ്ങളിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5वां आयत से हम देखते हैं 3 व्यक्ति लोगों के द्वारा 3 व्यक्ति लोगों के बारे में यहाँ पर बता रहा है. ഒന്നാമതായിട്ട് 5-ാം വാക്യത്തിൽ കാണുന്നത് ചെന്ന ഒരു മനുഷ്യനെ കാണാം. 5वां आयत में हम देखते हैं गया हुआ एक व्यक्ति. രണ്ടാമത് കാണുന്നത് സ്തോത്രം വന്ന മനുഷ്യനെ കുറിച്ചാണ്. 12 हम देखते हैं कि जो आया हुआ मनुष्य. 3 ആ ഭവനത്തിൽ നിന്ന മനുഷ്യനെ കാണാം. तीसरा है उस जो घर में जो है उस व्यक्ति को हम देखते हैं. 3 പേരും സ്നേഹിതന്മാരാണ്. ये 3 दोस्त लोग हैं. ഈ 3 സ്നേഹിതന്മാരുടെ ഉദാഹരണം
കർത്താവ് പറഞ്ഞിട്ടാണ് പറയുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ये तीनों दोस्त लोगों के बारे में समझाने के बाद यीशु कहता है तुम मांगो तुम्हें दिया जाएगा। ഒരു മനുഷ്യൻ തന്റെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് തന്റെ വീട്ടിൽ വന്ന സ്നേഹിതനെ കുറിച്ചും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. वहां पर एक व्यक्ति के पास अपने दोस्त आया है और उस आया हुआ दोस्त के लिए क्या क्या सेवकाई करना चाहिए उसी के बारे में यहाँ पर कहते हैं। എന്നാൽ കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ വ്യക്തിക്ക് തന്റെ കൈവശം ഇല്ല, ഒന്നുമില്ലാത്തൊരനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. व्यक्ति को, ये व्यक्ति का स्वभाव ऐसा है कि जो आया हुआ व्यक्ति को कुछ देना चाहिए, देने के लिए उनके पास मन है लेकिन उनको देने के लिए उनके हाथों में कुछ नहीं है। നമ്മുടെ ഭവനത്തിൽ ഒരു അതിഥി വന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഭാരമുണ്ടാകും. हमारे घर में अगर एक मेहमान आया है, उनको कुछ देने के लिए हमारे पास कुछ नहीं है तो हमारा मन बहुत दुखित हो जाता है। കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ ആദ്യം കൊണ്ടു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ്. केरला से बाहर कोई भी जगह में हम जाएंगे, उनके घर में जाने वाला व्यक्ति को पहले जो देता है एक ഗ്ലാസ് पानी। കേരളത്തിൽ പ്രത്യേകിച്ച് നേരെ ഒത്തിരി വ്യത്യസ്തമാണ്. केरला में उससे बहुत अलगदाई से होता है। നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ചോദിക്കും ചായ വേണോ എന്ന് ചോദിച്ചിട്ടാണ് എന്തെങ്കിലും വെള്ളമോ ചായയോ കൊടുക്കുന്നത്. केरला में ऐसा है, कोई आएगा, मेहमान आएगा तो उनको पूछेंगे या चाय या कॉफी कुछ चाहिए, ऐसा पूछने के बाद या चाय या पानी कुछ देता है। എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, അവിടെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുള്ളത് കൊണ്ടും അറിയാം, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അതിനുശേഷം ചോദിക്കും ചായ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. उत्तर भारत में मैं सेवकाई किया हुआ है, मैं जानता हूँ, वहां पर किसी भी घर में जाएगा पहले वो एक ഗ്ലാസ് पानी ला के देता है, उसी के बाद वो पूछता है कि चाय कुछ चाहिए क्या। അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഇല്ലാത്ത സ്ഥിതിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. अब जरा सोच के देखिए, अगर हम एक घर में जाता है, वहां से एक ഗ്ലാസ് पानी देने के लिए नहीं होता है तो उनके हालत, उनकी अवस्था क्या होगा। അപ്പൊ ചിലപ്പോ ചോദിക്കും വെള്ളമില്ലാത്ത സ്ഥലമുണ്ടോന്ന്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ ഛത്തീസ്ഗഡിൽ അദ്ദേഹത്തിന് പ്രവർത്തനമുണ്ട്. അവിടെ ചില ദിവസങ്ങളിൽ ചില വീടുകളിൽ വെള്ളമില്ലെന്ന് പറയാറുണ്ട്. तभी आप पूछेंगे कि यहाँ पानी नहीं होते हुए घर है क्या। मैंने छत्तीसगढ़ में मेरे साथ सेवा करने वाले एक दोस्त है, उनके पास मैं जाता हूँ, वहां पर कई जगह में उन लोगों को पानी नहीं मिलता है कई दिन। 8 കിലോമീറ്റർ അവർ നടന്നു പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. 8 किलोमीटर चल के जाकर वो पानी लेके आता है। അപ്പൊ അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാം. वहां पर जो पानी के लिए रुकावट होता है। ഒരു ഗസ്റ്റ് വന്നാൽ, ഒരു അതിഥി വന്നാൽ കൊടുക്കുവാൻ ചിലപ്പോ വെള്ളം പോലും ഇല്ലാത്ത ഭവനങ്ങൾ ഉണ്ടായിരിക്കാം. अगर उनके पास एक मेहमान आया है, उनको देने के लिए पानी भी नहीं रहते हुए समय हो सकता है। ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുവാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വേദന ഭാരം ചെറുതല്ല. अगर हमारा एक खास दोस्त हमारे घर में आता है तो उनको देने के लिए हमारा पास कुछ नहीं होता है, उस समय हमारा जो दिल के जो दुख और बोझ कम नहीं है, वो बहुत बड़ा होता है। തന്റെ വീട്ടിൽ വന്ന അതിഥിയായ സ്നേഹിതനെ ഭവനത്തിൽ ഇരുത്തിയിട്ട് ഭവനക്കാരനായ ആ സ്നേഹിതൻ അടുത്ത തന്റെ ഒരു സ്നേഹിതന്റെ അടുക്കലേക്ക് ഓടുകയാണ്. जो अपने पास आया हुआ जो दोस्त है, जो मेहमान है, उनको अपने घर में बिठाकर उस घर के आदमी और एक दोस्त के पास भाग रहा है। എന്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ പഞ്ചസാര വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അല്പം പഞ്ചസാര വായ്പ വാങ്ങിക്കൊണ്ടുവരും. मेरे बचपन में मैंने देखा है कि अपने घर में कोई मेहमान आता है, उनको चाय बना के देने के लिए शक्कर नहीं रहता है तो बाजू वाले घर से हम लोग उधार में लेता है। എന്തെങ്കിലും കറി വെക്കാൻ സാധനങ്ങള് ഒക്കെ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പറഞ്ഞയച്ചു വായ്പ വാങ്ങും. अगर कुछ कड़ी बनाने के लिए अपने पास कुछ नहीं रहता है तो बाजू के घर में बेचकर वहां से उधार में लेता है। കാരണം ഇല്ലാത്തത് കൊണ്ടാണ്. क्योंकि अपने पास जो चीज नहीं है इसी कारण।
ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭവനത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നു. അവിടെ വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. कुछ समय के पहले मैंने एक घर में सेवकाई के लिए गया है। उस दिन वहां पर आराम करना पड़ा। രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാന് പല്ല് തേക്കുന്നതിനായിട്ട് അല്പം പേസ്റ്റ് ചോദിച്ചു. सुबह उठकर मैंने ब्रश करने के लिए थोड़ा पेस्ट मांगा। അപ്പൊ അവര് തരാം പാസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മോളെ വീടിന്റെ പുറകിൽ കൂടെ ഓടി കടയെ വിടുന്നത് ഞാൻ കണ്ടു. तभी मुझे बोला मैं टूथपेस्ट देता हूँ करके बोल के उसने अपने बच्चों को घर के पीछे से दुकान में बेचते हुए मैंने देखा। ഒരു ചെറിയ പേസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ തന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല, ഞങ്ങൾ ഉമിക്കരിയാ ഉപയോഗിക്കുന്നത്, ഇത് പാസ്റ്ററുടെ കയ്യിൽ ഇരുന്നോട്ടെന്ന് പറയാനിടയാ. उन्होंने ऐसा कहा, पास्टर हम लोग ये इस्तेमाल नहीं करते टूथपेस्ट, हम लोग दूसरा जो इस्तेमाल करता है, इसीलिए इसी कारण ये आप ही रखो। അപ്പൊ ഇല്ലായ്മ എന്ന് പറയുന്നത് എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകാം. जो सभी घरों में ये कमी घटिया होता है। എന്നാ ഇല്ലായ്മയുടെ നടുവിൽ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ വേണ്ട നിലകളിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു അപമാനമായി നമുക്ക് തോന്നാറുണ്ട്. लेकिन अपने पास जो चीज नहीं है उसी समय हमारे घर में कोई मित्र आता है, उनको अगर सेवकाई कर नहीं पाता है तो एक निंदा के कारण हो जाता है। എന്നാൽ ആ വന്ന അതിഥിക്ക് നന്നായി ശുശ്രൂഷിക്കത്തക്ക നിലകൾ നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപമാനമല്ല, അഭിമാനം നമുക്ക് തോന്നും. अगर हमारे घर में कोई आता है, हम उनको सेवकाई कर पाता है तो उनके लिए सब सुविधा हम दे सकता है, तो हमारे घर में अपमान या निंदित नहीं है, प्रेज़ द लॉर्ड, और हमारे नाम महिमा हो जाता है। നമ്മുടെ മനസ്സിനൊരു സന്തോഷം, അദ്ദേഹത്തിന് അങ്ങനെ ശുശ്രൂഷിക്കാൻ കൊടുക്കാൻ അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം. उनके लिए वो सेवकाई करने के लिए हुआ है, उसी खुशी उनके दिल में होता है। യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു കല്യാണ വീട് നമുക്ക് കാണാം. यूहन्ना का सुसमाचार 2 अध्याय हम देखने के समय एक शादी के घर हम देखते हैं। ക്ഷണിക്കപ്പെട്ടവരെല്ലാരും ആ ഭവനത്തിലുണ്ട്. बुलाया हुआ सभी लोग उस घर में आया പക്ഷെ है, അവർക്ക് കൊടുക്കുവാനുള്ള വീഞ്ഞ് അവിടെ ഇല്ല. लेकिन उनको जो देने के लिए दाग्रस नहीं है। പക്ഷേ അവിടെ ഇല്ലായ്മയുടെ നടുവിൽ സ്തോത്രം യാചിക്കാൻ ചോദിക്കാൻ ഒരു സഹോദരിയെങ്കിലും, യേശുവിന്റെ അമ്മയായ മറിയെങ്കിലും യേശുവിനോട് ചോദിക്കാൻ മനസ്സ് വെച്ചപ്പോൾ ഇല്ലായ്മയെ മാറ്റി തന്നൊരു കർത്താവുണ്ട്. लेकिन वहां पर उनके पास जो चीज नहीं था उसके लिए मांगने के लिए चूंकि माँ मरिया वहां पर होने के कारण जो नहीं था उस चीज को वापस ला पाया है। അതെ, അപമാനമാകേണ്ട ഭവനത്തെ അഭിമാനമാക്കിയ ഒരു കർത്താവ്. निंदित होने का जो घर को और घर में या उनका नाम महिमा होने के जैसे बदला हुआ प्रभु, ഈ പ്രഭാതത്തിൽ നിന്റെ അപമാനം മാറ്റി നിന്നെ അഭിമാനമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഇന്ന് പ്രഭാതത്തിൽ സേവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आज सुबह तुम्हारे जीवन में जो अनादर मिलने वाला या निंदित होने की अवस्था से आदर मिलने वाला अवस्था में बदलने वाला एक परमेश्वर के चरणों में हम बैठे हैं। ഈ മനുഷ്യൻ അതെ ആ ഭവനത്തിൽ വന്നത് വളരെ അതെ പ്രത്യാശയോടാണ്, പ്രതീക്ഷയോടെയാണ്. കാരണം അവിടെ ചെന്നാൽ എനിക്ക് കഴിക്കാനുള്ളത് ലഭിക്കും, അവിടെ എനിക്ക് വിശ്രമിപ്പാനുള്ള ഇടം എനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാ ചെന്നതെങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായത് ആ ഭവനത്തിൽ ഉണ്ടായതെങ്കിലും അഭിമാനം നോക്കാതെ അപമാനം നോക്കാതെ യാചിക്കാൻ മനസ്സുള്ളവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത് നമുക്കവിടെ കാണുവാൻ കഴിയും. आमेन। वो व्यक्ति बहुत सारे विचार से मैं इस दोस्त के पास जाएगा तो मुझे वहां पर ये सब सुविधा मिलेंगे, मुझे आदर मिलेंगे, ये समझकर उधर गया हुआ व्यक्ति जिसके पास गया है उनके पास कुछ नहीं होने की वजह से भी उसने उनके लिए सारे सुविधाएं बना के दिया है, जो निंदित होने के लिए, जो आमेन अनादर होने के जगह में उन्हें आदर किया गया है। ആ ഭവനത്തിലെ മനുഷ്യൻ തന്റെ അതിഥിയെ
തന്റെ ഭവനത്തിൽ ഇരുത്തിയിട്ട് തന്റെ സ്നേഹിതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് 5-ാം അധ്യായത്തിൽ നമ്മൾ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് തന്റെ സ്നേഹിതന്റെ ഭവനത്തിൽ ചെന്നിട്ട് പറയുക, ഒരു 3 അപ്പം എനിക്ക് വായ്പ തരണം. जो अपने पास आया हुआ, जो अपने दोस्त को अपने घर पे बिठा के, मेहमान को अपने घर पे बिठा के दूसरा हमें मित्र के पास जाता है, हम उसके 5वां आयत में हम देखते हैं कि उसने और रात के समय दूसरे दोस्त के पास जाकर उसे कहा कि मेरा मित्र, मुझे 3 हमें रोटियां चाहिए. ആ തന്റെ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് 3 അപ്പം വായ്പ തരണമെന്ന് ചോദിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ये मित्र के पास जाके 3 रोटियां जब उधार लेने के समय, वो आज नहीं तो कल वापस देना ही है. അപ്പോൾ തന്റെ ജീവിതത്തിൽ ഈ വാങ്ങുന്നത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തനിക്ക് ബോധ്യമുണ്ട്. तो उनका मन में ऐसा जो विचार है, मैं जो उधार लेता है वो चीज मुझे वापस देना ही चाहिए. നമ്മളൊക്കെ വായ്പ വാങ്ങുന്നവരാണ്, വായ്പ വാങ്ങാത്തവര് ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ പാടാറുണ്ട്, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കാനോ ദൈവം സമൃദ്ധി നൽകുമെന്നൊക്കെ. हम सब लोग उधार लेने वाला है, अगर उधार नहीं लेने वाला लोग भी हो सकता है, लेकिन हम गाते हैं कि उधार लेने का मौका वह ना देगा, लेकिन देने के लिए वह हमें आशीष देगा. വായ്പ വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ വായ്പ വാങ്ങിപ്പോകാറുണ്ട്. जब उधार नहीं लेगा तो बहुत अच्छा है, लेकिन कई अवस्था से होकर जाने के समय हम उधार लेना ही पड़ता है. ചിലപ്പോൾ നമ്മൾ വായ്പ വാങ്ങിയാലും വായ്പ വാങ്ങുന്നത് വലിയ പാപമൊന്നും അല്ലെങ്കിലും വായ്പ വാങ്ങിയാൽ തിരികെ നമ്മൾ കൊടുക്കേണ്ടതാണെന്ന് ഓർത്തോണം. जब उधार लेना पड़ता है, उधार लेना पाप नहीं है, लेकिन उधार लेगा तो वो वापस देने के लिए भी हम वापस देना ही चाहिए. 37-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുക, അവൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നതുമില്ല. भजन संगीता 37 अध्याय में हम देखता है, 37 अध्याय 37 में हम पढ़ते हैं, उसके 21 आयत में पढ़ता है, वहां पर एक व्यक्ति है, वह जो उधार लेता है लेकिन देता नहीं. നമ്മൾ ആ കൂട്ടത്തിലാകരുത്. ആ വ്യക്തിയുടെ പേരവിടെ പറയുന്നുണ്ട്, ദുഷ്ടൻ എന്നാ പറയുന്നത്. അവൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല. उस व्यक्ति के बारे में कहता है वह दुष्ट व्यक्ति है, हम उसके समान नहीं होना. वो तो जो लेता है लेकिन देता नहीं. നമ്മൾ വായ്പ വാങ്ങിയാൽ അത് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പറയുന്ന പേരാ ദുഷ്ടനെന്ന്. अगर हम उधार लेता है तो वो समय पर उसको वापस देना है, अगर नहीं देता है तो उसके नाम कहते हैं दुष्ट. കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് ഉചിതം. अगर दे नहीं सकता है तो नहीं लेता है, वो बहुत अच्छी है. അപ്പോ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് വായ്പ വാങ്ങിയാൽ തിരികെ കൊടുക്കണമെന്ന്. वहां पर स्पष्ट रूप से कहता है कि जब हम उधार लेगा तो वो वापस देना ही चाहिए. എന്നാൽ ചിലരെ കുറിച്ച് അതിനെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 26-ാം വാക്യത്തിൽ അവ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. उसके 37 का 26 आयत में कहता है, वह तो दिन भर अनुग्रह करके दृढ़ ऋण देता है. ഓ കൊടുക്കുന്നവനുമുണ്ട് വാങ്ങുന്നവനുമുണ്ടെന്ന വചനം പറയുന്നത്. तो देने वाला भी है और लेने वाला भी है. അപ്പോ വാങ്ങുന്നതും കൊടുക്കുന്നതും നല്ലതാണ്. जो लेता है और देता है दोनों अच्छा है. അപ്പൊ കൊടുക്കുന്നവരെ കുറിച്ച് പറയുന്ന ഒരു ദൂത് ഞാൻ പറയാം. जो देने वालों के बारे में जो कहता हूँ एक संदेश में देता हूँ. 112-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. 112 जो भजन संगीत है उसके 5 आयत. അവിടെ ഇങ്ങനെ പറയുന്ന, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. यहाँ पर ऐसा लिखा है, जो पुरुष अनुग्रह करता है वह उधार देता है, उसका कल्याण होता है.
നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും നിലകളിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൃപ തോന്നിയാ കൊടുത്തതെങ്കിൽ നമ്മൾ ശുഭമായിരിക്കുമെന്ന വചനം പറയുന്നു. अगर हम किसी को भी अनुग्रह करता हुआ कोई कुछ देगा तो हमारा जिंदगी का कल्याण हो जाएगी, यहाँ पर लिखा है. സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നുണ്ട് 19:17 नीति वचन 19वां अध्याय उसके 17 आयत में ऐसा कहता है, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. जो कंगाल पर अनुग्रह करता है वह यहोवा को उधार देता है. അപ്പോ എളിയവനോട് കൃപ കാണിച്ചാൽ യഹോവയ്ക്ക് നമ്മൾ വായ്പ കൊടുക്കുക. जो कंगाल पर हम अनुग्रह करता है तो यहोवा को हम उधार देता है. അതിലൊരു ദൂതി ഞാൻ കൈമാറാം. ലോകത്തിൽ പല മനുഷ്യരും വായ്പ വാങ്ങിയാൽ തിരികെ കൊടുത്തെന്ന് വരത്തില്ല. പക്ഷേ എന്റെ ദൈവം വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു തന്നിരിക്കും, യാതൊരു സംശയവുമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आमीन. मैं इसमें से एक संदेश आपको देना चाहता हूं कि जो दुनिया में उधार लेने वाला वापस नहीं देता है, अगर यहोवा जो लेता है तो वो वापस देने वाला है. आमीन. वो बरकत में देता है. आमीन. वो किसी का कर्जदार नहीं बनता है. आमीन. उस परमेश्वर पर विश्वास करने वाला आमीन धन्यवाद देता हूं. ഏതെങ്കിലും ഒരു എളിയവനോട് കൃപ കാണിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായത് തരുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. अगर आप कंगालों पर अनुग्रह करता है, जो अधीन करता है, आमीन, उनको परमेश्वर अनुग्रह से बढ़कर देता है, उनका जिंदगी कल्याण हो जाता है. उस परमेश्वर को मैं धन्यवाद करता हूँ. യഹോവയ്ക്ക് വായ്പ കൊടുത്താൽ നമ്മൾ ചിലർക്ക് വായ്പ കൊടുത്താൽ ഇന്നാള് എന്നോട് വാങ്ങിച്ചത് ഇങ്ങനെ കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കേണ്ടി വരും. എന്നാൽ ചിലർക്ക് വായ്പ കൊടുത്താൽ ചോദിക്കേണ്ടി വരത്തില്ല, ചോദിക്കുന്നതിന് മുമ്പ് കൊണ്ടുതരും. എന്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കേണ്ട ആവശ്യമില്ല. നീ വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാതെ തന്നെ ദൈവം തിരിച്ചു തരുന്ന ദൈവമാ. ആ ദൈവത്തെ അനുഭവിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आमीन. कुछ लोगों को उधार देता है तो उनको याद दिलाना पड़ता है, जो उधार दिया है वापस नहीं मिला है करके याद दिलाना पड़ता है. लेकिन कुछ लोगों को उधार देगा तो उनको याद दिलाने की जरूरत नहीं होता है. लेकिन जो परमेश्वर को हम देता है, यहोवा को जो देता है, हम उनको बोलना जरूरी नहीं है. हम दिया है तो वो हमें बराबर समय पर हमें देता है. आमीन. उस परमेश्वर को आमीन जो विश्वास करते हैं, आमीन, उन्हीं को धन्यवाद करता हूँ. ദൈവം നമ്മൾ ചോദിക്കാത്ത എത്രയോ കാര്യങ്ങൾ, എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എളിയവരോട് കൃപ കാണിച്ചതിന്റെ പരിണിത ഫലമാണ് നാം അനുഭവിക്കുന്നതെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. हम अनेक कामों को किया है, लेकिन उनको सबको हमको जो आशीर्वाद मिलते हैं, हमारे जीवन में कल्याण होते हैं, हम उसके अनुग्रह प्राप्त करने के कारण ही है कि हम कई जगह में कंगालों पर अनुग्रह करने के कारण है. आमीन. ऐसे करके आशीष पाने वाला जो परमेश्वर के लोगों के लिए धन्यवाद देता हूँ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് പറയുന്ന ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. इसी के द्वारा यीशु मसीह ने कहा हुआ एक बातें हम देखते हैं. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. मत्ती का सुसमाचार उसके 25वां अध्याय उसके 35 आयत से लेके 45 आयत तक हम पढ़ेगा तो वो बातों को हम समझ सकेंगे. ഞാൻ അതിന്റെ രത്നച്ചുരുക്കം അങ്ങ് പറയാം. അത് കർത്താവ് ഒരു ഉപമ പോലെ പറയുകയാണ്. സ്തോത്രം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, കുടിപ്പാൻ തന്നു. സ്തോത്രം. അതിഥിയായി വന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. സ്തോത്രം. നഗ്നനായി വന്നു, ഉടുപ്പിച്ചു. രോഗിയായി വന്നു, എന്നെ നിങ്ങൾ കാണുവാൻ വന്നു എന്ന് കർത്താവ് പറയുക.
इनके मैं संक्षिप्त रूप में मैं कहना चाहता हूँ, यहाँ पर प्रभु यीशु मसीह ने कहा है, क्योंकि मैं भूखा था और तुमने मुझे खाने को दिया है, मैं प्यासा था और तुमने मुझे पानी पिलाया, पर मैं परदेशी था, तुमने मुझे अपने घर में ठहराया, मैं नंगा था, तुमने मुझे कपड़े पहनाया, और मैं बीमार था, तुमने मेरी सुधि ली। ഈ കാര്യങ്ങളൊക്കെ സ്തോത്രം കർത്താവ് ജനത്തോട് പറയുമ്പോ ജനം ചോദിക്കുന്നത്, ഈ നിലകളിലൊക്കെ ഞങ്ങൾ അങ്ങയെ എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. इन सारे बातों को जब यीशु कहने के समय वहां पर जो खड़े हुए लोग यीशु मसीह से पूछते हैं, प्रभु इस अवस्था में हम आपको कभी कहाँ देखा है? അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് 40-ാം വാക്യത്തിൽ, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. तभी हम देखते हैं उसके 40वें आयत में प्रभु ने यीशु ने ऐसा कहा है कि तुमने जो मेरे इन छोटे जो भाइयों में से किसी को साथ किया है, वह मेरे ही साथ किया है. അപ്പോ എളിയവരോട് ഏതെങ്കിലും കൃപ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനാ ചെയ്തത്. ദൈവം ആർക്കും കടക്കാരനല്ല. അത് ദൈവം തക്ക സമയത്ത് ചോദിക്കാതെ തന്നെ നിനക്ക് നൽകി തന്നു മാനിക്കാൻ ശക്തനായ ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. आमेन. हम जो परमेश्वर के लोगों को जो करता है, जो परमेश्वर के लिए करते हैं, तो हम परमेश्वर के लिए किया है, तो परमेश्वर को दिया है, तो हम बिना पूछते हुए हमें वो वापस देने वाला परमेश्वर है. उसी परमेश्वर की हम आराधना करते हैं. आमेन. उस पर विश्वास करने वाला लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, ഈ സ്നേഹിതനെ കുറിച്ച് പറയുമ്പോ ഒരു വാക്കൂടെ എനിക്ക് ചേർത്ത് പറയേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവാണെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आमेन. इस दोस्त के बारे में बोलने के समय मुझे और एक बात कहना है उसके साथ, क्योंकि हमारा सबसे जो प्यारे जो मित्र है, जो दोस्त है, हमें सृष्टि किया हुआ जो परमेश्वर है, आमेन, उसको वो बातों को जानने वाला परमेश्वर के लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ഞെരുക്കം വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ഇല്ലായ്മകൾ വരുമ്പോൾ, നമുക്ക് ഓടിച്ചെന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹിതനായ ദൈവത്തിന്റെ സന്നിധിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमारा घर में कोई मित्र आता है, उनको देने के लिए हमारे पास कुछ नहीं है, तो हम जल्दी जाके मांग सकता हुआ हमारा सबसे अच्छा जो मित्र है प्रभु यीशु मसीह है, उसी के पास से हम मांग सकता है. ये बातों को हमें जानने वाला लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ. സ്നേഹിതന് നമുക്ക് വായ്പ കൊടുക്കുകയും ചെയ്യാം, ആ സ്നേഹിതനോട് വായ്പ വാങ്ങുകയും ചെയ്യാം. उस मित्र को हम उधार दे भी सकता है, उनसे ले भी सकता है. അപ്പോ അതിനകത്ത് ഒരു ദൂതൂടെ കൈമാറാൻ കർത്താവിനോട് പറയുന്നുണ്ട്. പറയാം, ദൈവത്തോട് പലപ്പോഴും നാം വായ്പ വാങ്ങുന്നവരാണ്, തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. इसी के साथ और एक बात बोलने के लिए परमेश्वर कहता है, इसी कारण मैं बोलना चाहता हूं कि उस परमेश्वर से, उस दोस्त से हम जो उधार लेते हैं, लेकिन कई बार हम वापस देते हैं, क्या हम पर की देखना जरूरी है. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് കൈ കിട്ടി കഴിയുമ്പോ നമ്മുടെ സ്വഭാവം പലപ്പോഴും മാറാറുണ്ട്. आमीन. कई विषयों के लिए हम प्रार्थना करते हैं, प्रार्थना करके वो प्राप्त करने के बाद हमारा स्वभाव बदल जाते हैं. ഇത് ദൈവം തന്നതാണെന്നുള്ള ചിന്ത നമ്മളെ വിട്ടുപോകും. ये परमेश्वर मेरे लिए दिया हुआ है करके जो विचार हमसे दूर हो जाता है. ഈ വാക്യം പഠിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതാണ്, ഞാൻ ദൈവത്തോട് ചോദിച്ചെന്തെങ്കിലും വാങ്ങിച്ചെങ്കിൽ അത് ഞാൻ ദൈവത്തോട് വായ്പ വാങ്ങിയതാണ്, തിരിച്ചു ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്.
ये पढ़ने के समय परमेश्वर मुझे दिया और एक संदेश ये है कि परमेश्वर ये सब कुछ उधार दिया हुआ है, तो एक दिन वापस पूछने वाला एक दिन रहेंगे। അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? इसलिए इसी कारण वचन कहते हैं, जिस दिन परमेश्वर तुम्हारा व्यवहार करेंगे उस समय तुम्हारे हाथ बलवंत होएंगे क्या? നമ്മളെ നമ്മുടെ കുടുംബശ്രേഷ്ഠത കണ്ടോ, നമ്മുടെ യോഗ്യത കണ്ടോ, നമ്മുടെ എന്തെങ്കിലും ശ്രേഷ്ഠത കണ്ടൊന്നുമല്ല ദൈവം നാം ചോദിച്ച പല കാര്യങ്ങളും ചെയ്തത് ദൈവം ഔദാര്യമായി തന്നതാണ്. हमारा जो घर के जो बढ़ाव या हमारा कुछ गर्व, हमारा कुछ अवस्थाओं को देखकर हमें दिया हुआ नहीं है, हम परमेश्वर से मांगने से परमेश्वर हमें दिया हुआ है सब कुछ। രോഗിയായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചെങ്കിൽ അതിന്റെ കാരണം സർവശക്തനായ ദൈവമാണ്. अगर तुम जब बीमार थे तभी प्रार्थना किया, प्रार्थना के द्वारा चंगाई मिला है, तो उसके कारण सर्वशक्तिमान परमेश्वर है। നാം ഞെരുക്കത്തിലിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ അതിന്റെ കാരണക്കാരൻ സർവശക്തനായ ദൈവമാണ്. हम जब दबाव में बैठे थे, जो सकेती में बैठे थे, तभी हम प्रार्थना करके हमें परमेश्वर चौड़े स्थान या आशीष दिया है, तो उसके कारण सर्वशक्तिमान परमेश्वर है। നമുക്ക് എന്തെല്ലാം ദൈവം ചോദിച്ചപ്പോൾ തന്നോ അതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हम जो बातें परमेश्वर से मांग के लिया है, जो कुछ आशीष हम प्राप्त किया है, ये सब कुछ एक दिन हम उसका हिसाब देना पड़ेगा। ये बातों को जानने वाले लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ। അപ്പോൾ ദൈവം തന്നതിനെല്ലാം ഒത്ത നിലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുവാനാ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. तो परमेश्वर हमारे लिए क्या क्या दिया है, उसी के अनुसार हम परमेश्वर के लिए करने के लिए परमेश्वर हमें आज जो चेतावनियां या समझा के देता है। ഞാൻ ആ വചനത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. ഈ ചെന്ന സ്നേഹിതൻ താൻ ചെന്ന ഭവനത്തിൽ പറയുകയാണ്, എന്റെ ഭവനത്തിൽ ഒരു സ്നേഹിതൻ വന്നു, അവന് സ്തോത്രം വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് പറഞ്ഞാൽ, मैं उन वचनों में लौटाना चाहता हूं। उस वचन में हम देखते हैं, हमें मेरे घर में आया हुआ जो मित्र है उनको देने के लिए मेरे पास कुछ नहीं है, ऐसा जो बोला हुआ व्यक्ति के जो अवस्था है, तो ആ ചെന്ന് പറഞ്ഞ വീട്ടിലെ സ്നേഹിതൻ പറയുക, ഉടനടി ഒന്നാമത്തെ പ്രതികരണം, എന്നെ പ്രയാസപ്പെടുത്തരുത്. उस व्यक्ति के पास जब पहुंचने के समय उस व्यक्ति पहले जो बोलते हुए बात यह है कि मुझे तकलीफ ना देना। ചിലപ്പോൾ നമ്മൾ യാചിക്കുമ്പോഴുള്ള ആദ്യത്തെ മറുപടി നമുക്ക് മനസ്സിന് സമാധാനം തരുന്ന സ്വസ്ഥത തരുന്ന ഒരു മറുപടി ആയിരിക്കണമെന്നില്ല. हमको जब मांगने के समय पहले हमें मिलते हुए जो जवाब है, हमारा मन को खुशी देने वाला जवाब नहीं हो सकता है। ഇവിടെ ആ സ്നേഹിതൻ പറയുക, എന്നെ പ്രയാസപ്പെടുത്തരുത്. यहाँ पर उस दोस्त, उनका मित्र ये कहता है कि मुझे दुख ना दे। യാചിച്ചവന് കിട്ടിയ ആദ്യ മറുപടി, എന്നെ പ്രയാസപ്പെടുത്തരുത്. जो मांगा हुआ व्यक्ति को पहले मिला हुआ जवाब यह है कि मुझे दुख ना दे। പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ യാചിച്ചവൻ അങ്ങ് പോകുമെന്നായിരിക്കാം ഒരുപക്ഷെ ആ സ്നേഹിതൻ വിചാരിച്ചത്. എന്നാൽ ആ സ്നേഹിതൻ പോകാൻ തയ്യാറായില്ല. ഞാൻ യാചിച്ചത് പ്രാപിച്ചേ പോകൂ എന്ന് അവൻ തീരുമാനിക്കാനിടയായി. ये व्यक्ति जब उनको कहा है मुझे दुख ना दे, ये बोलने के समय शायद इनका विचार यह है कि मैं ये बोलने के कारण मेरा मित्र चले जाएगा, लेकिन जो मांगा हुआ व्यक्ति वो प्राप्त करने के तक वहां पर ही खड़ा होकर वो मांगते रहा है।
ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 8-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 40 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, എന്റെ മകൾ രോഗിയായി കിടക്കുക, അങ്ങ് വന്നവളെ സൗഖ്യമാക്കണമെന്ന്. लूका का सुसमाचार 8वां अध्याय 40 आयत से लेके नीचे पढ़ेगा तो वहां पर हम देखते हैं ये यहाँ पर एक व्यक्ति यीशु मसीह के पास आके कहते हैं मेरे बच्चे बीमार है. വലിയ പ്രായമൊന്നുള്ളതല്ല, 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. क्योंकि वो बच्चे उम्र के नहीं है, जो 12 साल की बच्चे हैं. ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ പിതാവ് ചെന്ന് പറയുമ്പോൾ യേശു തിരക്കിലായിരുന്നു. ये पिताजी जाके अपने बेटी को चंगाई के लिए यीशु मसीह से मांगने के समय यीशु मसीह वहां पर बहुत व्यस्त थे. കർത്താവ് പോകാൻ മനസ്സൊക്കെ വെച്ചു, പക്ഷേ തിരക്ക് കാരണം പറഞ്ഞ സമയത്ത് പോകാൻ പറ്റിയില്ല. यीशु मसीह जाने के लिए वो चाहते हैं, उनको दिल है, लेकिन वो बोला हुआ समय पर उधर जाने के लिए नहीं हो रहा है. ഈ പറഞ്ഞ സമയം കൊണ്ട് ഈ വന്ന രോഗിയായ മകളുടെ വിവരം പറഞ്ഞ യായുറോസ് എന്ന് പറഞ്ഞ ആ പ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് ചിലര് വന്നിട്ട് യായുറോസിനോട് പറയുന്നതാണ് 49-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാം വായിപ്പാൻ സമയമില്ല. അവിടെ പറയുന്നത് എങ്ങനെയാ? ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട. ये याइरोस की अपने बेटी का चंगाई के लिए प्रभु यीशु मसीह से मांग रहा है. वो बातें करने के समय हम देखते हैं कि याइरोस के घर से और कई लोग आके जब याइरोस से कहता है, हमें जो 49 वचन में लिखा है कि हमें तुम प्रभु को दुख ना दे. കാരണം കുഞ്ഞു മരിച്ചുപോയി, ഇനി പ്രയാസപ്പെടുത്തണ്ട. हमें क्योंकि किसी भी हमें तरीका से यीशु मसीह को नहीं दुख देना, क्योंकि बच्चा तो मर चुके हैं. അപ്പോ ആ പ്രയാസപ്പെടുത്തേണ്ട എന്ന് കുഞ്ഞു മരിച്ചുപോയെന്നും കേട്ടപ്പോൾ ആ മനുഷ്യൻ ഓടിപ്പോകാൻ തയ്യാറായില്ല. ആവശ്യം തന്റേതാണ്. അവൻ ഗുരുവിന്റെ അടുക്കൽ തന്നെ നിൽക്കുവാനിടയായി. जब बच्चा मर चुके हैं और गुरु को दुख ना दे करके वो आया हुआ लोग बोलने के समय ये याइरोस वहां से छोड़ के बच्चा के पास भाग के गया नहीं है. उनका जरूरत होने के नाते वह यीशु मसीह के पास ही खड़ा हो गया. നീ യാചിക്കുന്നത്, നീ ചോദിക്കുന്നത് യേശുവിനോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാക്കി ആരും പറയുന്നത് നീ കേൾക്കണ്ട. യേശു പറയുന്നതിന് ചെവി കൊടുക്കുവാൻ മനസ്സ് വെക്ക. ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയും. तू जो मांगता हुआ यीशु मसीह से है, वो यीशु मसीह तुझे वो देने वाला है. ये बातों को तुम भरोसा रखो या विश्वास रखो, क्योंकि यीशु मसीह से मांगने वालों को यीशु मसीह देने वाला है. പലരും പലതും പറഞ്ഞെന്ന് വരാം, പക്ഷേ നിന്റെ യാചന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. कई लोग कई तरीका से वो बोलता रहेगा, लेकिन तुम्हारा प्रार्थना सुनने वाला एक परमेश्वर है. നീ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി യാചിക്കുമ്പോൾ കേൾക്കുന്നവരൊക്കെ പലതും പറയും. പലരും പറയുന്നത് കേട്ട് നീ നിരാശപ്പെടരുത്. तुम यीशु मसीह के सामने तुम्हारे विषयों को बोलने के समय सुनने वाला कई रीति से, कई तरीका से उसी के बारे में कहेंगे, लेकिन तुम उन्हीं के बातों पर तुम भरोसा ना रखना, उनके बातों को ध्यान ना देना. ഈ കേൾക്കുന്നവർക്ക് പലർക്കും പ്രയാസമുണ്ടെങ്കിലും എന്റെ യേശുവിന് നിന്റെ പ്രശ്നം പ്രയാസമല്ല. നീ ഇരിക്കുന്നത് പ്രയാസമല്ല, നീ യാചിക്കുന്നത് പ്രയാസമല്ല. ये सुनने वाला कई लोगों को तुम्हारे बातों दुख लगेगा, लेकिन तुम जो बैठते हैं, तुम मांगते हैं परमेश्वर के लिए, वो दुख नहीं. ആ പ്രയാസപ്പെടുത്തേണ്ട എന്ന്, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് ചിലർ വന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. हम देखते हैं कि गुरु को दुख ना दे करके कुछ लोग आके बोलने के समय यीशु मसीह ने उनको जो उत्तर दिया, मत डर, केवल विश्वास रख. മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴും യേശു പറയുന്നത് വിശ്വസിക്കാനാ.
जो मर चुके हैं करके बोलने के समय भी यीशु मसीह कहते हैं कि तुम विश्वास करो। ഇനി സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പലരും പലതും പറയുമ്പോ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിന് പറയാനുള്ളത്, നീ വിശ്വസിക്ക മാത്രം ചെയ്യുക, നിന്റെ വിഷയത്തിന്മേൽ കർത്താവ് ഇടപെടും. जो हो नहीं सकता है, कोई भी होने का जो अवस्था नहीं है करके सभी लोग बोलने के समय में भी तुम केवल विश्वास रख, क्योंकि यीशु मसीह वो करने वाला है। ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഈ ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, തോമസ് അംബാസഡറൊക്കെ എന്തോ കാര്യം സംസാരിച്ചാലും പറയും, തുടങ്ങ്, അല്ലെങ്കിൽ ചെയ്യ, അല്ലെങ്കിൽ പ്രാർത്ഥിക്ക, ദൈവം അത് ചെയ്യും. ആ വിശ്വാസത്തിന്റെ വാക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതാണ്. लेकिन मैंने एक अनुभव बोलना चाहता हूँ कि हमेशा जब तुम संभाषण से बात करने के समय, कुछ विषय बोलने के समय उसने ऐसा कहता है, हमें तुम विश्वास रखो, तुम शुरू करो, जो परमेश्वर देखेंगे करके जो कहते हैं वो विश्वास के वचन वो बहुत हियाब देता है। ഞാൻ എന്റെ അനുഭവം കൊണ്ടുകൂടാ പറഞ്ഞത്. ചിലരോട് ഞാൻ എന്റെ ഭവനത്തിന്റെ പണി തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ചോദിച്ചു, പണിയാൻ കാശുണ്ടോ? मैंने कुछ लोगों से ये मेरा विषय तो बताया था कि मेरा घर बनाने के विषय में, तो कई लोगों मुझे पूछा, या बनाने के लिए आपका पास पैसा है? തീർക്കാൻ പൈസ ഉണ്ടോ? तो खत्म करने के लिए आपके पास पैसा है क्या? എന്നാൽ അദ്ദേഹത്തോട് ഞാൻ പല പ്രാവശ്യം ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞു, പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങുക, കർത്താവ് അത്ഭുതം ചെയ്യും. लेकिन प्रभु के दास से मैं बोलने के समय उसने कई बार यही बोला है, तुम प्रार्थना करके शुरू करो, परमेश्वर वो पूरा करेंगे। ഞാൻ ഓർപ്പിച്ചു വന്നത്, ചുറ്റും നിൽക്കുന്ന പലരുടെയും വാക്കുകൾ നമ്മെ നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. मैं ये बातें आपको याद दिलाना चाहता हूँ कि हमारे चारों ओर खड़ा होने वाला कई तरीका से उनका बातें बोलने के समय हमें हियाब देने वाला जो परमेश्वर का वचन है। എനിക്ക് ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള സമയമില്ല, എങ്കിലും ചില കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. ये वचन बोल के खत्म करने के लिए मेरे पास समय नहीं है, तो भी मैं एकदम जल्दी कुछ बातों को बोल के खत्म करूंगा। ഒന്നാമത്, ചെന്ന വീട്ടിലെ സ്നേഹിതം പറയുന്നത് പ്രയാസപ്പെടുത്തരുത്. हमें जो पहले हम देखते हैं, जिसके पास गया है, हमें जो गया हुआ दोस्त जिसके पास गया है, वो वहां के दोस्त बोलते हुए बात यही है, मुझे दुख ना दे। രണ്ടാമത് അവകൾ പറയുന്നത് കതകടച്ചിരിക്കുന്നു. दोबारा वो कहते हैं कि मेरा घर के द्वार बंद है। നിന്റെ മുൻപിൽ അടഞ്ഞ കതകിനെ തുറക്കാൻ കഴിവുള്ള ഒരുവൻ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. हमें तुम्हारे सामने जो बंद किया हुआ द्वार को वापस खोलने के लिए जो सर्वशक्तिमान परमेश्वर है, हमें उनके लिए मैं धन्यवाद देता हूँ। 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16:9 വചനം ഇങ്ങനെ പറയുന്നു, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. पहले कोरिन्थियों उसके 16 अध्याय उसके 9 आयत में यहाँ पर हम देखते हैं, क्योंकि मेरे लिए एक बड़ा और उपयोगी द्वार खुला है और विरोधी बहुत से है। നിന്റെ മുമ്പിൽ കതക് അടച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. तुम्हारे सामने अगर द्वार बंद है तो सभी लोग खुश हो जाता है। എന്നാൽ നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കുമ്പോൾ, ഒരു വാതിൽ തുറക്കുമ്പോൾ നിനക്ക് എതിരാളികൾ ഉണ്ടാകും. लेकिन तुम्हारे सामने जब एक द्वार खुला जाएगा तब विरोधियां बहुत होते हैं। ചിലപ്പോ ചില ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി, ഇതെങ്ങനെ സംഭവിച്ചു, യോ ആര് ചെയ്തു, ആര് സഹായിച്ചു? कुछ लोग ऐसा पूछता है कि ये कैसा मिला है, कहाँ से मिला है, कौन तुमको मदद किया है, किसी तरह से मिला है करके सवाल पूछते हैं। അത് ദൈവം എന്നെ സഹായിച്ചു, ദൈവം എനിക്ക് വേണ്ടി തുറന്നു, ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. हमें वो परमेश्वर मुझे दिया है, परमेश्वर मुझे सहायता किया है, इस बातों को हमें हियाब के साथ बोलने वाला परमेश्वर के बच्चों के लिए मैं प्रभु को धन्यवाद करता हूँ। അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടഞ്ഞു കിടക്കുന്ന കതക് കണ്ട് നീ നിരാശപ്പെടേണ്ട. അടഞ്ഞ കതകിനെ തുറക്കാൻ കഴിവുള്ള ദൈവത്തെയാ നാം സേവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കൊടുക്കണം. हमें जो बंद हो गया हुआ दरवाजा को देख के तुम निराश ना होना, क्योंकि जो बंद होकर पड़ा हुआ दरवाजों को खोल के देने वाला परमेश्वर को तुम धन्यवाद करना।
കർത്താവ് പറയുകയാണ് വെളിപ്പാട് 3:8, ഞാനിതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. हमें प्रभु यीशु मसीह कहता है, हमें प्रकाशित वाक्य 3 अध्याय उसके 8वां आयत में कहते हैं कि मैं तुम्हारे सामने एक द्वार खोल के रखा है और कोई भी उसको बंद नहीं कर सकता है. വാതിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും വിശ്വാസത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, ആ ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. हमें द्वार बंद करके रखा है तो भी अविश्वास के साथ बोलना, मेरा परमेश्वर मेरे लिए द्वार खोला है तो कोई भी उसको बंद नहीं कर सकता है. ദൈവം തുറന്ന വാതിൽ അടയ്ക്കാൻ ദൈവത്തിനൊഴികെ വേറെ ആർക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर खोल के दिया हुआ द्वार परमेश्वर का सिवा किसी को बंद नहीं कर सकता है करके विश्वास करने वाले लोगों के लिए मैं परमेश्वर को धन्यवाद करता हूँ. നമ്മുടെ മുൻപിൽ വാതിൽ അടച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയണം, അടച്ച വാതിലിനെ തുറക്കുന്ന ഒരു ദൈവത്തിലാ ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. अगर कोई कहता है हमारे सामने द्वार बंद है तो हम ये बोलना चाहिए कि आमीन, जो बंद किया हुआ द्वार को खोलने वाला परमेश्वर का मैं सेवा करता हूँ, मैं परमेश्वर पर विश्वास करता हूँ, जो बंद किया हुआ द्वार परमेश्वर मेरे लिए खोल के देगा, ऐसा कहने वालों के लिए मैं प्रभु को धन्यवाद करता हूँ. രണ്ടാമത്തെ പ്രതിസന്ധിയാണ് കതകടച്ചിരിക്കുന്നു. दूसरा उनका रुकावट यह है कि जो द्वार बंद है. മൂന്നാമത്തെ പ്രതിസന്ധി പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. जो तीसरा उनका रुकावट ये कहता है कि मेरे बालक मेरे पास बिछोने पर है. അത് പറയുമ്പോ ചിലർക്ക് പ്രയാസം തോന്നാം. बोलने के समय कुछ लोगों को अगर दुख हो सकता है. എന്താ അമ്മാമ്മേ രാവിലെ പ്രാർത്ഥനയ്ക്ക് സൂമി കണ്ടില്ലല്ലോ, അതേ കൊച്ചുണരുവന്ന്. हाँ प्रेज़ द लॉर्ड. आंटी आप सुबह सूम में क्यों जुड़ा नहीं है करके पूछेगा तो ये जवाब देता है, आमीन, मैं उठेगा तो बच्चा भी उठ जाएगा. എന്താ പ്രാർത്ഥനയ്ക്ക് കാണാഞ്ഞേ? കൊച്ചിന് പനിയായിരുന്നു. क्यों प्रार्थना में नहीं आया? बच्चों को बुखार है. കൊച്ചാവുമ്പോ തിരിച്ചു പറയത്തില്ലല്ലോ എനിക്ക് പനിയൊന്നും ഇല്ലായിരുന്നെന്ന്. क्योंकि बच्चा है ना, इसलिए वो उल्टा जवाब दे नहीं सकता है मुझे बुखार नहीं था करके. നമ്മൾ പറഞ്ഞു പനി ഉണ്ടാക്കല്ലേ, പറഞ്ഞു കൊച്ചുങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ, തടസ്സങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയും കൂട്ടായ്മയും മുടക്കല്ലേ, അത് അനുഗ്രഹത്തെക്കാൾ അധികം ശാപമായി മാറുമെന്ന് മറക്കരുത്. हम बोल के बच्चों को बुखार को ना लाना, हम बोल के बच्चों को तकलीफ ना देना, ऐसा बोल के हम ऐसा परेशानियों को लाएगा, वो परेशानियां सबसे बड़ा हो जाएंगे. इसलिए आराधना के रुकावट के लिए और कुछ कारण नहीं बोलना. അടുത്ത നാലാമത്തെ വിഷയം എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല. और 14 उनका रुकावट यह है कि इसलिए मैं उड़कर तुझे दे नहीं सकेगा. എഴുന്നേൽക്കാത്തവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. जो उठ नहीं सकता हुआ व्यक्ति को उठा के देने वाला परमेश्वर है, आमीन, उसी को मैं सेवा करता हूँ, उनके लिए धन्यवाद देता हूँ. നമ്മളെ മുമ്പേ ചിന്തിച്ച ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 54-ാം വാക്യത്തിൽ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ ബാലയുടെ അടുക്കൽ ചെന്നിട്ട് എന്റെ നാഥൻ പറയുക, ബാലേ ഈ എഴുന്നേൽക്ക. आमीन. हम पहले पढ़ा हुआ लूका का सुसमाचार 8वां अध्याय उसके 54वें वचन में हम देखते हैं, जो उठ नहीं सकता हुआ पड़ा हुआ उस आमीन बच्ची के पास जाके यीशु कहता है, ये बच्चे उठ जा. എഴുന്നേൽക്കാത്തതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो उठ नहीं सकता हुआ अवस्था में पड़ा है उसको हाथ पकड़ के उठाने वाला उस परमेश्वर को मैं धन्यवाद करता हूँ. ഈ 4 തടസ്സങ്ങൾ പറഞ്ഞപ്പോഴും മുട്ടുന്നവൻ യാചിക്കുന്നവൻ മുട്ടുകയും യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ये 4 रुकावटें बोलने के वजह बाद में भी जो व्यक्ति को जरूरत था उसने कटकटाते ही रहा. അങ്ങനെ ലജ്ജ കൂടാതെ എന്ന് എഴുതിയിരിക്കുന്നേ, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം
ऐसा इधर लिखा है कि वैसा ही उसने आमेन जैसे उसके लज्जा छोड़कर मांगने के कारण വേണ്ടുന്നിടത്തോളം ഈ സ്നേഹിതൻ കൊടുക്കും. उनको जितनी जरूरत है आवश्यकता के अनुसार वो दे देता है. നീ ദൈവസന്നിധിയിൽ കരയുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, യാചിക്കുന്നതിൽ ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നിനക്ക് വേണ്ടുന്നിടത്തോളം തരാൻ നാം സേവിക്കുന്ന സ്നേഹിതൻ ശക്തനാണ്. आमेन. तुम्हारे जो जरूरतों के अनुसार तुम लज्जा छोड़कर उस परमेश्वर से तुम मांगते रहेगा, तुम मांगने से भी बढ़कर आवश्यकता के अनुसार तुम्हारे लिए देने के लिए हमारा जो मित्र है, हमारा दोस्त है, वो आमेन सर्वशक्तिमान है. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. मेरे बातों को यहाँ पर समाप्त करना चाहता हूँ कि यहाँ कहते हैं कि तुम मांगो तुम्हें दिया जाएगा. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ढूंढो तो तुम पाओगे. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. खटखटाओ तुम्हारे लिए खोला जाएगा. കുറിവാക്യം ഞാൻ ഇനി ഒരു ദിവസം പ്രസംഗിക്കാം. और एक वचन है, मैं और एक दिन बातें करेंगे. കുറിവാക്യത്തിന്റെ സാരാംശമേ പ്രസംഗിച്ചുള്ളൂ. ഇനി കുറിവാക്യം പിന്നീട് പ്രസംഗിക്കാം. जो पढ़ा हुआ वचन का सारांश के बारे में बताया है, संक्षिप्त बताया है, लेकिन उस वचन के बारे में मैं और एक बार उसका भाषण दूंगा. നമ്മൾ യാചിക്കുന്നതിൽ ലജ്ജ തോന്നാത്തവരായിരിക്കണം. हम मांगने में लज्जा छोड़ना चाहिए. മുട്ടുന്നതിൽ ലജ്ജയില്ലാത്തവരായിരിക്കണം. जो कड़कड़ाता है उसमें लज्जा नहीं होना चाहिए. അന്വേഷിക്കുന്നതിൽ ലജ്ജയില്ലാത്തവരായിരിക്കണം. ढूंढने में भी हम लज्जा ना होना चाहिए. പലതും പറഞ്ഞെന്ന് വരും. कई लोग कई तरीका से बातें किया होगा. കരയുന്നവരെ കണ്ടാൽ ചിലപ്പോ പറയും ഇങ്ങനെ കിടന്ന് ദൈവസന്നിധി കരയണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ऐसा रोने के समय कई लोग पूछता है, ऐसा परमेश्वर के सामने रोने का जरूरत है क्या? ചിലപ്പോൾ അതേ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ ദൈവത്തോട് ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വേണോന്ന് ചോദിക്കുന്നവരുണ്ട്. कई समय ऊंचा शब्द से परमेश्वर से प्रार्थना करने के समय, आराधना करने के समय इतना ऊंचा शब्द में करना के है क्या करके पूछने वाला लोग होगा. ചുറ്റും നിൽക്കുന്നവരുടെ അല്ല ആവശ്യം, നമ്മളുടേത് ആവശ്യം. हमारे चारों ओर खड़े होने वाला जो लोग है उनका नहीं है जरूरत हमारा है. അതുകൊണ്ട് നമുക്ക് യാചിക്കാം, നമുക്ക് അന്വേഷിക്കാം, നമുക്ക് മുട്ടാം. इसी कारण हम परमेश्वर से मांगेंगे, हम ढूंढेंगे, हम खटखटाएंगे. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിച്ച് ദൈവം നമ്മളെ മാനിക്കട്ടെ. परमेश्वर हमारे जरूरतों को पूरी करके हमें आदर करे. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ട്രാൻസ്ലേഷൻ ചെയ്ത ജോയി പാസ്റ്ററോട് പ്രത്യേക നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.